Against the clear wishes of the American people, Donald Trump has begun a major war, which ഇതുപോലുള്ള വിചിത്രമായിട്ടുള്ള ന്യായങ്ങൾ പറഞ്ഞ് അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ നോക്കുന്ന സമയത്താണ് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ ലോക പോലീസ് ചമ്മി നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിൽ നിന്നും ഇതുപോലുള്ള ഒരു തരം താഴ്ന്ന രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. Mr. President, did Israel force your hand to launch these strikes against Iran? Did that help the United States into this war? No, I might have forced their hand. You see, we were having negotiations with these lunatics, and it was my opinion that they were going to attack first. They were going to attack. If we didn't do it, they were going to attack first. I felt strongly about that. And we have great negotiators, great people that do this very successfully and have done it all their lives very successful. And based on the way the negotiation was going, I think they were going to attack first. And I didn't want that to happen. So if anything, I might have forced Israel's hand. പറയുന്നത് കേട്ടില്ലേ, ഞങ്ങൾ അറ്റാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവർ നമ്മളെ അറ്റാക്ക് ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഐ ഫെൽറ്റ് ദാറ്റ്, ഐ തിങ്ക് ദാറ്റ്, ഞാൻ കരുതി എന്നൊക്കെയാണ് ഒരു പ്രസിഡന്റ് വന്നിട്ട് പറയുന്നത്. അതും എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യത്തിന്റെ റീസൺ ആയിട്ടല്ല പറയുന്നത്. ഒരു രാജ്യത്തെ അറ്റാക്ക് ചെയ്യുന്ന റീസൺ ആണ് പറഞ്ഞിട്ടുള്ളത്. ഐ ഫെൽറ്റ് ദാറ്റ്, ഐ തിങ്ക് ദാറ്റ് എന്ന്, എനിക്ക് തോന്നി, ഞാൻ കരുതി, അതുകൊണ്ടാണ് അടിച്ചിട്ടുള്ള ഒരു രാജ്യത്തെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ അതൊരു വാറായി ഒരുപാട് നാശനഷ്ടങ്ങളും ഒരുപാട് ജീവനൊക്കെ ഈ ഒരു തോന്നലിൽ നിന്നും, അതായത് ഈ ഒരു വ്യക്തിയുടെ തോന്നലിൽ നിന്നും ഒരുപാട് ആളുകളുടെ ജീവൻ പോയി, ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. എന്തുകൊണ്ട്? ഒരേ ഒരു കാരണം, ഇയാളുടെ തോന്നൽ കൊണ്ട്. അതിനോടൊപ്പം തന്നെ ട്രംപ് ഇവിടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ഇറാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഫോഴ്സ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തലേ ദിവസം, അതായത് ഇത് 3-ാം തീയതി പറഞ്ഞ കാര്യമാണ്, അതായത് ഇന്നലെ, അതിന് തലേ ദിവസം ട്രംപിന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അതുപോലെ റിപ്പബ്ലിക്കൻ ലീഡേഴ്സ് ഒക്കെ പറഞ്ഞത് ഇതിന് നേരെ തിരിച്ചിട്ടാണ്. അതായത് ട്രംപ് എന്താണോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഒക്കെ, അതായത് യുഎസിന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. against the clear wishes of the American people, Donald Trump has begun a major war, which frankly shocked me, because there was no consultation, let alone approval from Congress as constitutionally required. War should always be a last resort, not a first choice. This war is a choice by Donald Trump when diplomacy was still within reach. ഇദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ട്. അതായത് വാർ എന്ന് പറയുന്നത്, യുദ്ധം എന്ന് പറയുന്നത് ഒരു ലാസ്റ്റ് റിസോർട്ടാണ്, അല്ലാതെ അത് ആദ്യം തന്നെ പ്രയോഗിക്കേണ്ട ഒരു കാര്യമല്ല. പിന്നെ ഈ വ്യക്തി ഇവിടെ പറഞ്ഞതിൽ, ഇത് യുഎസിന്റെ സെനറ്റ് മെമ്പറാണ്, ഈ വ്യക്തി പറഞ്ഞതിൽ ഒരു തെറ്റുള്ള എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അപ്രൂവൽ വേണമെന്നുള്ള. പക്ഷേ കോൺഗ്രസിന്റെ അപ്രൂവൽ 60 ദിവസത്തിനുള്ളിൽ വാങ്ങിച്ചാൽ മതിയെന്നാണ് നിയമം. President, as commander-in-chief, has the authority to act for imminent threats against the United States. Even under the War Power Act, that is what it says the president can do. Within 60 days under that act, then the president has to get congressional authority to go forward. The first thing they said was these ballistic missiles. Iran was trying to essentially make intercontinental ballistic missiles, and that was a threat to the United States. But then it was found out it was about 9 years away, obviously not imminent. And then there was a statement that the Iranians were about to attack U.S. positions. And the intelligence community happened to be briefing Congress today and apparently told them that wasn't the case. And then we saw the third imminent threat, which was because Israel was going to attack Iran unilaterally, so making their own decision, that the U.S. decided that Iran was likely to respond against the United States. So preemptively, we attacked them first. പറഞ്ഞു വരുന്നത് അവരുടെ സ്റ്റേറ്റ്മെന്റിൽ പോലും ഉറച്ചു നിൽക്കുന്നില്ല എന്നൊരു കാര്യമാണ്. ആദ്യം പറഞ്ഞു ബലിസ്റ്റിക് മിസൈൽ, അതായത് ഇന്റർകോണ്ടിനെന്റൽ ബലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കുന്നു, അപ്പോൾ അത് അമേരിക്കക്ക് ത്രെട്ടാണ്, അതാണ് കാരണം. പിന്നീട് പറഞ്ഞു
അത് കണ്ടെത്തി, അതായത് 9 വർഷത്തിന് ശേഷം മാത്രമേ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുകയുള്ളൂ എന്ന്. അപ്പോൾ ആ വാദം അവിടെ പൊളിഞ്ഞു. പിന്നീട് പറഞ്ഞിട്ടുള്ള വാദം എന്ന് പറയുന്നത് US പൊസിഷൻസിലൊക്കെ ഇറാൻ അടിക്കാനുള്ള, അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന്. പക്ഷേ ഇപ്പോൾ ട്രംപിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഒഫീഷ്യൽസ് തന്നെ US കോൺഗ്രസിൽ അത് ക്ലിയർ ചെയ്തു കൊടുത്തു, അതല്ല കാരണമെന്ന്. കാരണം യാതൊരു അടിസ്ഥാനവും, അതായത് യാതൊരു തെളിവും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അതായത് ഇന്റലിജൻസ് റിപ്പോർട്ടോ അങ്ങനെ ഒന്നും ഈ ഒരു കാര്യവുമായി, ഈ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് പ്രൂവ് ചെയ്യാൻ ഇല്ല എന്ന് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തന്നെ US കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു കാരണം കൂടി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാകും, ഇവർക്ക് പ്രത്യേകിച്ചൊരു കാരണം ഇറാനെ അടിക്കാനില്ല. അവർ ചെയ്തത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പല കാരണങ്ങളും, അതായത് വന്ന് കിടന്ന് മേവുകയാണ്. കാരണം പറഞ്ഞിട്ടുള്ളത്, ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ ഇറാൻ US-നെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ US-നെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ച് ഫസ്റ്റ് അറ്റാക്ക് ചെയ്യണം എന്നാണ് ഒരു ന്യായം. വിചിത്രമായ ഒരു ന്യായമാണ്. ഇതുപോലുള്ള വിചിത്രമായിട്ടുള്ള ന്യായങ്ങൾ പറഞ്ഞ് അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ നോക്കുന്ന സമയത്താണ് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ UN-ന്റെ ന്യൂക്ലിയർ വാച്ച് ഡോഗ് ആയിട്ടുള്ള ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി യുടെ ഹെഡ് പറഞ്ഞിട്ടുള്ളത്, നോ പ്രൂഫ് ഓഫ് ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് പ്രോഗ്രാം. ഇറാന്റെ ന്യൂക്ലിയർ വെപ്പൺസ് പ്രോഗ്രാമിന് ഒരു പ്രൂഫും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, UN അല്ലെങ്കിൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്ന് പറയുന്നത് ഇറാന്റെ പൊതുസ്വത്തൊന്നല്ല. അപ്പോൾ അവർക്ക് ഇറാനെ സപ്പോർട്ട് ചെയ്യേണ്ട യാതൊരു കാരണവും ഇവിടെ ഇല്ല. അതായത് ഇവിടെ വീണ്ടും ട്രംപിന്റെ ന്യായങ്ങൾ അല്ലെങ്കിൽ വാദങ്ങൾ പൊളിയുകയാണ് ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് റീസണിലാണ് ഈ ഒരു അറ്റാക്ക് നടത്തിയിട്ടുള്ളത്? നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതേ അറ്റാക്ക് ഇറാൻ മറ്റു രാജ്യങ്ങളെ, ഇസ്രായേലിനെയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ അടിച്ചു കഴിഞ്ഞാൽ ലോകമെമ്പാടും ഈ പറയുന്ന ട്രംപ് അടക്കം പറയും തീവ്രവാദ അറ്റാക്കാണ്, തീവ്രവാദമാണ് അവർ ചെയ്തിട്ടുള്ളത് ഇറാന് എന്ന്. എന്തുകൊണ്ട് ഈ ഒരു പ്രവൃത്തിയെ ഇസ്രായേലിനെയും ട്രംപിനെയും അല്ലെങ്കിൽ അമേരിക്കയെയും എന്തുകൊണ്ട് ഇതുപോലെ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല?